ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ 10th പ്രിലിംസ് ഫൈനൽ ടച്ചിലേക്ക് കിടക്കാണ്. അവസാന റിവിഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പൊ ഓരോന്നിന്റെയും വർഷം നമുക്ക് നോക്കാം. ആദ്യം വൈക്കം സത്യാഗ്രഹം. എപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്? ടി.കെ. മാധവനാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ടി.കെ. മാധവനാണ്. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വിശദീകരിക്കാം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ്? വർഷം എപ്പോഴാണ്? 1924 കേട്ടോ. 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അടുത്തത് ഏതാണ്? ചാന്നാർ ലഹള. എപ്പോഴാണ് ചാന്നാർ ലഹള നടന്നത്? ചാന്നാർ ലഹള നടന്ന വർഷം നിങ്ങൾക്കറിയോ? ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം 1924. ചാന്നാർ ലഹള എപ്പോഴാണ്? ചാന്നാർ ലഹള 1859 അല്ലെ. 1859 ചാന്നാർ ലഹള. അടുത്തത് ആറ്റിങ്ങൽ കലാപം. എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അവസാനം നമ്മുടെ പുന്നപ്ര വയലാർ സമരം. എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. ഏതാണ്? പുന്നപ്ര വയലാർ സമരം 1946. 1946. അപ്പൊ വർഷങ്ങൾ കിട്ടിയല്ലോ. നമുക്ക് ഓർഡർ നോക്കാം. ആദ്യം ഏതാവും? ആദ്യം ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. അപ്പൊ ആദ്യം 3. പിന്നെ ഏതാണ്? ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞാൽ ചാന്നാർ ലഹള 1859 ചാന്നാർ ലഹള. അത് കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം. അത് കഴിഞ്ഞാൽ 1946 പുന്നപ്ര വയലാർ സമരം. അപ്പൊ എങ്ങനെയാണ് ഓർഡർ വരുന്നത്? 3, 2, 1, 4. 3, 2, 1, 4. ഓപ്ഷൻ ബി ആണ് അല്ലെ നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 3, 2, 1, 4. ഓക്കെ അല്ലേ? അപ്പൊ വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഓരോ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്ന് നോക്കി പോവാ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ? അഞ്ചുതെങ്ങ് കലാപം അല്ലെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലെ. അഞ്ചുതെങ്ങ് കലാപം എപ്പോഴാണ്? അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അതിനു മുമ്പ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വർഷം കൂടി ഒന്ന് പറയുകയാണ്. 1498 എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20. അപ്പൊ നമുക്ക് ഇന്ന് വർഷങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പോവാ. വർഷങ്ങൾ ഏകദേശം സെറ്റ് ആക്കി പോവാം. ആദ്യം പറഞ്ഞ വർഷങ്ങൾ തന്നെ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്ന് നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അത് സെറ്റ് അല്ലേ? അപ്പൊ ആദ്യം നടന്ന കലാപം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? 1697 നടന്ന. ഏതാണ് 1697 നടന്ന കലാപം? ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം അല്ലെ. അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. എല്ലാരും കൂടി സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. അങ്ങനെ ആലോചിച്ചാൽ പോരെ. അപ്പൊ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. ഓക്കെ, 1721 ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഏതൊക്കെ വർഷങ്ങൾ പഠിച്ചു? 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. അത് പഠിച്ചല്ലോ. അത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇനി വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1497 ലിസ്ബണിൽ നിന്നുമാണ് യാത്ര തിരിച്ചത് അല്ലെ. വാസ്കോഡ ഗാമ 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ സെന്റ് ഗബ്രിയേൽ ആണ്. സാവോ ഗബ്രിയേൽ അല്ലെങ്കിൽ സെന്റ് ഗബ്രിയേൽ ആണ്. വാസ്കോഡ ഗാമയെ പിന്തുണച്ച മറ്റു 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. അറിഞ്ഞു വെക്കാട്ടോ, സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. നമ്മൾ വാസ്കോഡ ഗാമ എന്നൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ചാനലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആദ്യം തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമ എന്ന വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചിട്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ PSC എക്സാമുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വാസ്കോഡ ഗാമ. അപ്പൊ വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത് 1497. 1498 മെയ് 20. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇനി കേരളത്തിൽ
ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ 1697 5 കലാപം. ഓക്കെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 1697 5 കലാപം. 1721 എന്ത് നടന്നു? ആറ്റിങ്ങൽ കലാപം അല്ലെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ അല്ലെ. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. അപ്പോ 5 കലാപം 1697, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. സംഘടിച്ചിട്ട് ഇങ്ങനെ ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്, അങ്ങനെ ആലോചിച്ചാൽ പോരെ. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി പിന്നെന്ത് പഠിച്ചു? 1723 അല്ലെ. വേണാട് ഉടമ്പടി 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ആരാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. നമുക്കിപ്പോ വർഷങ്ങൾ സെറ്റ് ആക്കിയിട്ട് പോവാം. 1697 5 കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, പിന്നെ ഏതാണ്? 1723 വേണാട് ഉടമ്പടി. ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? 1697 സെറ്റ് അല്ലേ? ഏതാണ്? 5 കലാപം. അടുത്ത നിങ്ങൾ പറയും 1721 ആറ്റിങ്ങൽ കലാപം, 1723 ഏതാണ്? വേണാട് ഉടമ്പടി. ഇനി 1741 എന്താണ്? കുളച്ചൽ യുദ്ധം അല്ലെ. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് ഏത്? കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന്, ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. എപ്പോഴാണ്? 1741 കുളച്ചൽ യുദ്ധം. അതും പഠിച്ചല്ലോ. അപ്പൊ ഏതൊക്കെ വർഷങ്ങൾ പഠിച്ചു? 1697 5 കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 ഏതാണ്? വേണാട് ഉടമ്പടി, 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. ഇനി 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങൾ. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങൾ. ഇനി ഒന്നാം പഴശ്ശി കലാപം എന്ന് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ 1793 മുതൽ 1797 വരെയും, രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയും ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം, 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. അപ്പൊ ആ വർഷങ്ങളും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 1809 കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം, 1809 കുണ്ടറ വിളംബരം. 1812 കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, കുറിച്യ കലാപത്തിന്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി വരാം. നമുക്കിപ്പോ വർഷങ്ങൾ സെറ്റ് ആക്കിയിട്ട് പോവാം. 1812 കുറിച്യ കലാപം. ഇനി 1859 എന്താണ് നമ്മൾ പഠിച്ചു? ചാന്നാർ ലഹള അല്ലെ. ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് 1859 ചാന്നാർ ലഹള. അതുവരെ ക്ലിയർ അല്ലേ? 1859. ഇനി 1888 വളരെ പ്രധാനമായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഇനി 1891 മലയാളി മെമ്മോറിയൽ. ഓക്കെ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. അതുവരെ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ 5 കലാപം, 1697. ഇനി ഞാൻ കാര്യങ്ങൾ പറയും, നിങ്ങൾ വർഷങ്ങൾ പറയണേ. 1697 5 കലാപം നടന്ന വർഷം എപ്പോഴാണ്? 5 കലാപം 1697 അടുത്തത് ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1721 അല്ലെ. 1721 ആറ്റിങ്ങൽ കലാപം. അടുത്തത് ഏതാണ്? വേണാട് ഉടമ്പടി. എപ്പോഴാണ് വേണാട് ഉടമ്പടി? 1723 വേണാട് ഉടമ്പടി. അടുത്ത നമ്മൾ ഏത് പഠിച്ചു? കുളച്ചൽ യുദ്ധം. എപ്പോഴാണ് കുളച്ചൽ യുദ്ധം നടന്നത്? കുളച്ചൽ യുദ്ധം 1741 അല്ലെ, കുളച്ചൽ യുദ്ധം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പഠിച്ചു? 1741 കഴിഞ്ഞ് 1793 മുതൽ 1797 വരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഒന്നാം പഴശ്ശി കലാപം അല്ലെ. ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാണ്? 1793 മുതൽ 1797 വരെയാണ്. ഓക്കെ,
1793 മുതൽ 1797 വരെ. 1800 മുതൽ 1805 വരെ എന്തായിരുന്നു? രണ്ടാം പഴശ്ശി കലാപം. ഇനി എപ്പോഴാണ് കുണ്ടറ വിളംബരം നടന്നത്? കുണ്ടറ വിളംബരം നടന്നത് 1809 അല്ലെ? 1809 കുണ്ടറ വിളംബരം നടന്നത്. അതും സെറ്റല്ലേ. അടുത്തത് ഏതാണ്? കുറിച്യ കലാപം നടന്ന വർഷം എപ്പോഴാണ്? കുറിച്യ കലാപം 1812 നമുക്ക് ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് വരാം. എന്തായാലും ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്ക് പോവാം. 1812 കുറിച്യ കലാപം. 1859 എന്തായിരുന്നു? 1859 എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ അല്ലെ? മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാന്നാർ ലഹള 1859 1888 1888 എന്താ നടന്നത്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ? അരുവിപ്പുറം പ്രതിഷ്ഠ. അത് കഴിഞ്ഞിട്ട് 1891 എന്ത്? മലയാളി മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ, അതുവരെ സെറ്റ് അല്ലേ? അതുവരെ ക്ലിയർ ആണല്ലോ. 1903 SNDP സ്ഥാപിതമായത് കേട്ടോ. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP സ്ഥാപിതമായ വർഷം ചോദിച്ചപ്പോഴാണ് 1903 കേട്ടോ. ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1907 1907 സാധുജന പരിപാലന സംഘം. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1924 ഈ വർഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കുക. 1924 വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം അല്ല, ഉപ്പ് സത്യാഗ്രഹം നടന്നതാണ്. ഉപ്പ് സത്യാഗ്രഹം. ഉപ്പത് നമ്മൾ കോഡിലൂടെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. 30 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചപ്പോഴാണ് 1930 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ 1931 ഓക്കെ. പുന്നപ്ര വയലാർ സമരം. അതിനു മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാന്ന് 1936 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പുന്നപ്ര വയലാർ സമരം നടന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ 1946 ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അറിഞ്ഞു വെക്കുക. ഒരു വട്ടം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്താലോ? പറയും. അഞ്ചുതെങ്ങ് കലാപം നടന്ന. ഇനി ഞാൻ ഓരോ ഇടയിന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ പറയണേ. എപ്പോഴാണ് ചാന്നാർ ലഹള നടന്നത്? എപ്പോഴാണ് ചാന്നാർ ലഹള എപ്പോഴാണ്? ചാന്നാർ ലഹള കിട്ടിയില്ലേ? ചാന്നാർ ലഹള 1859 കേട്ടോ. ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ സ്ത്രീകൾ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ് കേട്ടോ. ഉത്രം തിരുനാളാണ്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26. ഓക്കെ, 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഉത്രം തിരുനാളാണ്. ഇനി ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ഓക്കെ, ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ് കേട്ടോ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി നമ്മൾ ഏത് പഠിച്ചു? ആറ്റിങ്ങൽ കലാപം. എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? എപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അവിടുന്ന് പ്രത്യേകം വരുന്ന ഒരു ചോദ്യമാണ്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണെന്ന് ചോദിക്കും. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്നാണ് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് പഠിക്കണത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ചോദിച്ചാൽ അതെന്താണ്? അത് ഗിഫോർഡ് ആണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓക്കെ, ഇനി 1741 വേണാട് ഉടമ്പടി നമ്മൾ പറഞ്ഞതാണ്. 1723 വേണാട് ഉടമ്പടി. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓം ആണ് കേട്ടോ. ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. 1723 വേണാട് ഉടമ്പടി. അതും ക്ലിയർ അല്ലേ? 1741 കുളച്ചിൽ യുദ്ധം. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഓക്കെ,
തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ആണ് കേട്ടോ. ഡച്ച് ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയി ആണ് എന്തറിയപ്പെടുന്നത്? തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഓക്കെ, മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിലെ അശോകൻ, തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ എത്ര സംഭവങ്ങൾ നോക്കിയാലും 1859 ചാന്നാർ ലഹള നടന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് കേട്ടോ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. ആരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ വേളയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാന്ന് ചോദിക്കുക. ഏതാണ്? ശിവശതകം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ നിന്ന് പഠിച്ചാൽ മതി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചാൽ ശിവശതകം. ശിവശതകം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഏതാണ്? ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നുമാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. സെറ്റല്ലേ? അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നുമാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ഇനി അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1887 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ശിവശതകം നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ ഗുരുവിന്റെ മറ്റ് കൃതികളൊന്ന് അറിഞ്ഞിരിക്കണം. ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, ദർശനമാല, ശിവശതകം, ആത്മോപദേശ ശതകം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നമ്മളിപ്പോ എന്താ പഠിച്ചത്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ഓക്കെ, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ഏത് പ്രതിഷ്ഠാ വേളയിലാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിലാണ് എന്ത് പറഞ്ഞത്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കൂട്ടോ. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതുമായിട്ട് കണക്ഷൻ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോവാം. ഓരോ സെക്കൻഡിലും നമുക്ക് മാർക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും എക്സ്ട്രാ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു അല്ലെ? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അപ്പൊ വർഷങ്ങളൊക്കെ ഓക്കെ അല്ലേ? 1888 വരെ നമ്മൾ നോക്കി. 1891 മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയൽ. ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതെന്ന് അറിയോ? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാന്ന് വെച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാന്ന് വെച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കണം കേട്ടോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് കേട്ടോ. ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലൊന്നും ബാരിസ്റ്റർ GP പിള്ള അല്ല. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ബാരിസ്റ്റർ GP പിള്ളയും സെറ്റായി. അടുത്തത് 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ, ഇനി മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ മലയാളി മെമ്മോറിയൽ 1891. 1896 ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പൊ ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അതുവരെ എല്ലാം സെറ്റ് അല്ലേ?
ഓക്കെ. അപ്പൊ 1809 കുണ്ടറ വിളംബരം. ഓരോ വർഷങ്ങളും ഇടയെന്ന് എടുത്തിട്ടായാലും നിങ്ങൾ പഠിച്ചു വെച്ചു പോകും. 1809 കുണ്ടറ വിളംബരം. 1812 എന്ത് നടന്നു? കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. കിട്ടുന്നില്ലേ? 1812 കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപം. ഓക്കെ, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പിയാണ്. രാമനമ്പി അഥവാ രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. അവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം ഉണ്ട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ തലക്കൽ ചന്തു എന്ന് പോയി കറുപ്പിച്ച് വെക്കും. അല്ല, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര് എന്ന് ചോദിച്ചാലാണ് ആര്? തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി. അപ്പൊ അതും പഠിച്ചു വെച്ചോ. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ഓക്കെ. രണ്ടാം പഴശ്ശി കലാപം എപ്പോഴാണ് നടന്നത്? 1800 മുതൽ 1805 വരെയാണ്. ആരാണ് പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഓക്കെ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ് കേട്ടോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞു തരുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിക്കും. ആരാണ്? TH ബാബർ ആണ്. തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. നമുക്ക് എങ്ങനെ ആലോചിക്കാം? തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ തലശ്ശേരി തലയിൽ എന്താണ്? മുടി വെട്ടാൻ ബാർബർ വേണം. TH ബാബർ. തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബാബർ. അപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് TH ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ. അപ്പൊ വർഷങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയില്ലേ? ഒരു വട്ടം കൂടി നമുക്ക് സ്പീഡിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. 1697 എന്താണ്? അഞ്ചുതെങ്ങ് കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. 1723 വേണാട് ഉടമ്പടി. 1741 എന്താണ്? കുളച്ചൽ യുദ്ധം. പിന്നെ 1793 മുതൽ 1797 വരെ എന്താണ്? ഒന്നാം പഴശ്ശി കലാപം. 1800 മുതൽ 1705 വരെ രണ്ടാം പഴശ്ശി കലാപം. 1809 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. പിന്നെ 1812 കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ രാമൻ നമ്പി. പിന്നെ നമ്മൾ ഇത് പഠിച്ചു 1812. 1859 എന്താണ് നടന്നത്? ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് വെച്ചാൽ ഉത്രം തിരുനാൾ. ഓക്കെ. പിന്നെ എന്താണ്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നുമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 1891 മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. എന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ള. പിന്നെ 1896 എന്ത് നടന്നു? ഈഴവ മെമ്മോറിയൽ. ഓക്കെ, 1896 ഈഴവ മെമ്മോറിയൽ. പിന്നെ 1903 SNDP സ്ഥാപിതമായി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP. SNDP-യുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. SNDP-യുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ വാവൂട്ടി യോഗം. SNDP-യുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗം കേട്ടോ. SNDP-യുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. SNDP-യുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ്. ഈ ഡോക്ടർ പൽപ്പു ആണ് ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പൊ ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനോട് പോയിട്ട് പറയാണ് നിങ്ങൾ SNDP സ്ഥാപിക്കണം, അത് ആവശ്യമാണെന്നൊക്കെ ശ്രീനാരായണ ഗുരുവിനോട് ഇങ്ങനെ പറയണം. അപ്പൊ ശ്രീനാരായണ ഗുരു തിരിച്ചെന്ത് പറയും? ഓക്കെ, ഞാൻ സ്ഥാപിക്കാം, ഞാൻ തന്നെ അധ്യക്ഷനാവാം, എന്നാൽ എന്റെ കൂടെ ഉപാധ്യക്ഷനായിട്ട് ആര് വേണം? നീ വേണം എന്ന് പറയണം. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ഞാൻ അധ്യക്ഷനാവാം, എന്റെ കൂടെ ഉപാധ്യക്ഷനായിട്ട് നീ വേണം. അപ്പൊ ഈ സംഭവം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് വെച്ചാലും ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ. ആദ്യ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ കുമാരനാശാനാണ് കേട്ടോ. ആദ്യ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ കുമാരനാശാൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. 1903. പിന്നെ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1914 കേട്ടോ. 1914 NSS സ്ഥാപിതമായത്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? വൈക്കം സത്യാഗ്രഹം പഠിച്ചു. വൈക്കം സത്യാഗ്രഹം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതാണ്. ടി കെ മാധവനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരുപക്ഷെ അതിനാണ്. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യേകം പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ ടി കെ മാധവൻ. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. ഭാരത കേസരി. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ആരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? അത് സർദാർ KM പണിക്കരാണ്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു. എന്താണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചല്ലോ. പിന്നെന്താണ്? വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. ഈ സർദാർ KM പണിക്കറിന്റെ വിശേഷണങ്ങൾ ഒന്ന് പഠിച്ചു കേട്ടോ, വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ 1924 നമ്മൾ പഠിച്ചു. 1930 ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ K കേളപ്പനാണ് കേട്ടോ. K കേളപ്പൻ. എന്താണ് അറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ K കേളപ്പനാണ്. ഈ കേരള എന്നുള്ളതിന്റെ രാ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് വായിക്കാം? കേള അല്ലേ? അപ്പൊ കേരള ഗാന്ധി എന്നുള്ളതിനെ കേള ഗാന്ധി. ഓക്കെ, കേള ആ രാ വെട്ടിക്കളഞ്ഞ കേള. കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. 1936 കേട്ടോ ക്ഷേത്ര പ്രവേശന വിളംബരം. ഓക്കെ, തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. അതുപോലെ തന്നെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാലും ക്ഷേത്ര പ്രവേശന വിളംബരത്തെ. എന്താണ്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം. പിന്നെ 1946 പുന്നപ്ര വയലാർ സമരം. അതിൽ മുദ്രാവാക്യം പഠിച്ചു വെക്കണം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഓക്കെ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവരാണ്. ഓക്കെ, ആരാണ്? CP രാമസ്വാമി അയ്യരാണ് അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവരുന്നത്. അതിനെതിരായി നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അവിടുത്തെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കട്ടോ. വർഷങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ ഓരോ സംഭവങ്ങളെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഞാനൊരു കോഡ് പറഞ്ഞുതരട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണെന്നറിയോ? വലുതിലും ഒരു വാണ്ട്. ഏറ്റവും വലിയ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ, വലുത്. ഓക്കെ, വലുതിൽ ഒരു വാ അല്ലേ? അപ്പൊ ഈ വാ വെച്ചിട്ട് തന്നെ വേമ്പനാട്ടു കായലിനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്, ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ വലിയ എന്ന് മാത്രമാണെങ്കിൽ ആ വാ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. എന്താണ്? വേമ്പനാട്ടു കായലാണ് കേട്ടോ. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അപ്പൊ നിങ്ങൾ എന്തിനെ കണക്ട് ചെയ്യണം? ഷാനെ കണക്ട് ചെയ്യണ്ടേ? ഈ ഷാ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാണ്ടോ? ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, ശാസ്താംകോട്ട കായൽ. ഓക്കെ, ശാസ്താംകോട്ട കായലാണ് ഉത്തരം. നമ്മൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ നമ്മൾ ഷാ വെച്ച് കണക്ട് ചെയ്യണം. ശുദ്ധജലം ശാസ്താംകോട്ട, വലുത് വേമ്പനാട്ടുകായൽ, വലുത് വേമ്പനാട്ടുകായൽ, ശുദ്ധജലം ശാസ്താംകോട്ട. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഏതാണ്? വേമ്പനാട്ടു കായലാണ്. ഈ മറ്റേ കുട്ടനാട്ടിൽ ഈ കായൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയോ? കുട്ടനാട്ടിൽ വേമ്പനാട്ടു കായൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പുന്നമടക്കായൽ. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് ചോദ്യം വരും. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ പുന്നമട കായലാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഉത്തരം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട കായലുകളാണ്. ഓക്കെ, ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കണം? വേമ്പനാട്ടു കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ വേമ്പനാട്ടു കായൽ, വലുത് വേമ്പനാട്ടു കായൽ. പുന്നമട കായൽ എന്നറിയപ്പെടുന്നു അല്ലെ? കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? വേമ്പനാട്ടു കായലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പുന്നമട കായൽ എന്തായാലും അറിഞ്ഞു വെക്കണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പുന്നമട കായലിലാണ്. ഓക്കെ, ഇനി അടുത്തത് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ
ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ അഷ്ടമുടി കായലാണ് കേട്ടോ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ എന്ത് ആകൃതിയിലാണെന്ന് അറിയോ? പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ഏത്? അഷ്ടമുടി കായൽ. ഓക്കെ, പനയോല നീരാളി. ഈ പനയുടെ മുടിയല്ലേ ഈ ഓല? ഓക്കെ, പനയുടെ മുടിയാണ് പനയുടെ ഓല. പനയുടെ ഓല എന്ന് പറയുന്നത് പനയുടെ മുടിയാണ്. അപ്പൊ ഈ മുടി വെച്ചിട്ട് അഷ്ടമുടി വെച്ചിട്ട് പന ഓല, ഓല എന്താണ്? ഓല പോലെ മുടിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പനയോല നീരാളി എന്നതിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഷ്ടമുടി കായൽ. അടുത്തത് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്, കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് നമ്മൾ പറഞ്ഞോ? കേരളത്തിൽ ആകെ 34 കായലുകളാണ് ഉള്ളത്. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 44 നദികളാണ്. ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു നോക്കാം. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34 ആണ് കേട്ടോ. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 ആണ്. അതിൽ കടലുമായി ബന്ധിപ്പിക്കുന്ന കായലുകൾ എത്രയൊക്കെയെന്ന് വെച്ചാൽ 27 കായലുകളാണ്. ബാക്കി 7 എണ്ണം ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കിട്ടൂലേ? എത്രയാണ്? 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് വെച്ചാൽ ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. നമുക്കത് എങ്ങനെ പഠിക്കാം? കായലുകളുടെ എന്താണ് രാജ്ഞി? ഈ രാജ്ഞി നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? എവിടെയാണ്? രാജാവിന്റെ കോട്ടയിലല്ലേ രാജ്ഞി ഉണ്ടാവുക? അപ്പൊ രാജാവിന്റെ കോട്ട രാജ്ഞി. ശാസ്താംകോട്ട കായലുകളുടെ രാജ്ഞി. അപ്പൊ രാജ്ഞിയും കോട്ടയും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? ഈ കോട്ട കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറെ സാധനം കൂടി കിട്ടും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ഏത്? ശാസ്താംകോട്ട കായൽ. ഈ കോട്ട എന്ന വാക്കിനെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഫോർട്ട് എന്നാണ് കേട്ടോ. എന്താണ്? ഫോർട്ട്. അപ്പോ എഫ് ആകൃതി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതി, എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. FORT, ഫോർട്ട്. ഓക്കെ, ഫോർട്ട് എന്താണ്? കോട്ട. ഫോർട്ട്, കോട്ട. അതിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. അപ്പൊ അത് വെച്ചിട്ട് കോട്ടനെ കണക്ട് ചെയ്യാലോ. കോട്ട, ഫോർട്ട്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് കിട്ടി പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ഈ പനയുടെ മുടിയാണ് അതിന്റെ ഓല. അപ്പൊ എന്താണ്? അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട. ഈ അഷ്ടമുടി കായലിൽ വേറൊരു സംഭവം ഉണ്ട്. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നതും അഷ്ടമുടി കായലാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. അപ്പൊ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പൂക്കോട് തടാകം. ഏതാണ്? പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? പൂക്കോട് തടാകം. അപ്പൊ ഇപ്പൊ പഠിച്ച ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? കേരളത്തിലെ ഏറ്റവും വലിയ തടാകം, ഏറ്റവും വലിയ കായൽ ഏതാന്ന് വെച്ചാൽ വലുത് വ, വേമ്പനാട്ടു കായലിലും ഒരു വ. അപ്പൊ വ. ഓക്കെ, വലുതിലും ഒരു വാണ്ട്, വേമ്പനാട്ടു കായലിലും ഒരു വാണ്ട്. ശുദ്ധജലം, ശുദ്ധജലത്തിൽ ഷാണ്ട്, ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. അതും ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം ഏതാന്ന് വെച്ചാൽ പൂക്കോട് തടാകം. കായലുകളെ പറ്റിയുള്ള ബേസിക് അറിവുണ്ടല്ലോ. 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധമുള്ളതും പിന്നെ അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. അപ്പൊ എല്ലാം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോവുക. ഇനി എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കൂടുതൽ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ അത് ശരിയാണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റൂദർഫോർഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റൂദർഫോർഡ് ആണോ? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണോ? അല്ലല്ലോ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ 2 തെറ്റാണ്. തെറ്റായ പ്രസ്താവനകൾ ചോദിച്ചാൽ തെറ്റായ പ്രസ്താവനകൾ തന്നെ കണ്ടുപിടിക്കുക. പോയിട്ട് ശരിയായ പ്രസ്താവനകളല്ല മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2 തെറ്റാണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് JJ തോംസൺ. എങ്ങനെയുണ്ട്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ JJ തോംസൺ ആണോ?
ആണോ? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ റൂദർഫോർഡ് ആണ്. ഓക്കെ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാലാണ് ജെ തോംസൺ. ആറ്റത്തിന്റെ ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാലാണ് നീൽസ് ബോർ. ഓക്കെ. അപ്പൊ 2ഉം 3ഉം തെറ്റാണ് അല്ലേ? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റൂദർഫോർഡ് അല്ല. ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ജെ തോംസൺ അല്ല. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ മൗലിക കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് അല്ലേ? ആറ്റത്തിന്റെ മൗലിക കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ 1ഉം 4ഉം ശരിയാണ്. നമ്മളോട് ചോദ്യം എന്താ? താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചോദ്യം ശ്രദ്ധിച്ചിട്ട് പോകണം. തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ തെറ്റായ തന്നെ കണ്ടുപിടിക്കണം. അത് എക്സാമിന് പോലും നിങ്ങൾക്ക് ആ ബോധം ഉള്ളിൽ വേണം. തെറ്റായതെന്ന് ചോദിച്ചാൽ പോയിട്ട് ശരിയായത് കറുപ്പിച്ചിട്ട് വരരുത്. ഓക്കെ. അപ്പൊ 1ാമത്തെയും ശരിയാണ്, 4ാമത്തെയും ശരിയാണ്. തെറ്റ് ഏതാണ്? 2ഉം 3ഉം. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കണം? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. നമുക്കറിയാം അല്ലെ? ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ ആണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ഏത് പദത്തിൽ നിന്നുമാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. എന്താണ് ആറ്റമോസ് എന്നതിന് അർത്ഥം? വിഭജിക്കാൻ കഴിയാത്തത്. ചോദ്യം വരും, ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് കേട്ടോ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഓക്കെ ആണല്ലോ? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? റൂദർഫോർഡ് അല്ല. റൂദർഫോർഡ് തെറ്റാണ്. റൂദർഫോർഡ് തെറ്റാണ്. ഓസ്റ്റ്വാൾട്ട് ആണ്. ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര്? ജെ തോംസൺ അല്ല. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. ഓക്കെ. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ മൗലിക കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി നമുക്ക് ഓരോ പോയിന്റ്സും പഠിച്ചു വരാം. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് നമ്മൾ പഠിച്ചു? ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഈ ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്ന് കേട്ടിട്ടുണ്ട്? ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണമാണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എന്താണ്? പഠിച്ചോ? ആറ്റത്തിന്റെ സൗരയുധ പഠിച്ചു വെക്കണം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലെ? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അല്ലെ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും ന്യൂക്ലിയസ്. ഓക്കെ. ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അല്ലെ? ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ആറ്റത്തിലെ മൗലിക കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാം. ആദ്യം നമുക്ക് മാതൃകകൾ പഠിക്കാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജെ തോംസൺ ആണ്. ഓക്കെ. തണ്ണിമത്തൻ മാതൃക അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മാതൃക ഇത് രണ്ടും നിർദ്ദേശിച്ചത് ആരാണ്? അതാരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാലും ജെ തോംസൺ ആണ്. ഓക്കെ. ഇനി ബോർ മാതൃക അതായി തന്നെ ഉണ്ട്. ബോർ മാതൃക നീൽസ് ബോർ. ബോർ മാതൃക നീൽസ് ബോർ ആണ്. അപ്പൊ മാതൃകകൾ കിട്ടിയല്ലോ. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജെ തോംസൺ ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ആറ്റത്തിന്റെ ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ നീൽസ് ബോർ ആണ്. ഇനി ഓരോന്നും കണ്ടുപിടിച്ചത് ആരൊക്കെയെന്ന് പഠിക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? ചോദ്യം വരും അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ വരും. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് കണ്ടുപിടിക്കേണ്ടി വരും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്ന് തരും. ശരിയാണോ? അല്ല, തെറ്റാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഓരോന്നിനും ഓരോ ചാർജ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. അത് ക്ലിയർ ആയാലോ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്
നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ് കേട്ടോ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. അടുത്തത് പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. പോ എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാ അറിയോ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. അപ്പൊ പോ വെച്ചിട്ട് നമുക്ക് പോ എന്നുള്ളത് കണക്ട് ചെയ്യാം. അപ്പൊ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ. അപ്പൊ എന്താണ്? നോ ചാർജ്, ചാർജ് ഇല്ലാത്ത കണം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് വെച്ചാൽ അത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോൺ കണ്ടുപിടിച്ചു ആര്? ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഏതിനൊക്കെ പോസിറ്റീവ് ചാർജ് ഏതിനാണ്? പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് അറിയപ്പെടുന്നത്. കേന്ദ്രഭാഗം എന്താണ്? ന്യൂക്ലിയസ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആറ്റം എന്ന ഭാഗത്തു നിന്നും ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ജ്ഞാനപീഠം നേടിയ മലയാളികളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പ് 1965. ജ്ഞാനപീഠം നമുക്ക് നേരെ തന്നെ പഠിക്കാം കേട്ടോ. ജി ശങ്കരക്കുറുപ്പ് 1965. അത് ശരിയല്ലേ? 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. അടുത്തത് 1995 തകഴി, ONV 2007, അക്കിത്തം 2019. ഇതിലേതാ തെറ്റ്? ഇതിലേതോ ആണ് തെറ്റ്. ഏതാ തെറ്റ്? തകഴി 1995 അത് തെറ്റാണ്. തകഴിക്ക് എപ്പോഴാണ് ലഭിച്ചത്? 1984 തകഴിക്ക് ലഭിച്ചത്. ഓക്കെ, തകഴിക്ക് ലഭിച്ചത് എപ്പോഴാണ്? 1984. അപ്പൊ വരുന്ന സംശയമാണ്, അപ്പൊ ആർക്കാണ് 1995 ലഭിച്ചത്? അത് MT ക്കാണ് കേട്ടോ. MT വാസുദേവൻ നായർക്കാണ് 1995 ലഭിച്ചത്. ഇനി നമുക്ക് ജ്ഞാനപീഠത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് പോയിന്റ്സ് ഒന്ന് നോക്കാം. ഈ ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം എപ്പോഴാണെന്ന് അറിയോ? 1965. ജ്ഞാനപീഠം ആദ്യം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാലും, ആദ്യം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാലും ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് അറിയോ? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഓർഡറിലൊന്ന് പഠിച്ചു പോവാ. ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റിയിട്ട് നമുക്ക് ഓർഡറിലൊന്ന് പഠിച്ചു പോവാ. അതിനു മുമ്പ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യം അറിഞ്ഞു വെക്കണം. ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം 1965. 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. എത്രയാണ്? 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ആദ്യം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവി. അത് നമുക്കൊരു കോഡിൽ പഠിക്കാം. എങ്ങനെ പഠിക്കാം? വനിതകളിൽ ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യം എനിക്ക് തന്നെ ലഭിക്കണം എന്നൊരു ആശയാണ് അല്ലെ? അപ്പൊ ആദ്യം എനിക്ക് തന്നെ ലഭിക്കണം എന്നൊരു ആശ ഉണ്ടാവുകയാണ്. അപ്പൊ ആർക്ക് ലഭിച്ചു? ആശാപൂർണ ദേവി. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച വനിത, മലയാളി വനിത അല്ല, വനിത ആര് എന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവി. കൃതി പ്രഥം പ്രദശ്രുതി. ഏതാണ്? പ്രഥം പ്രദശ്രുതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് വർഷങ്ങൾ നോക്കാം. 1965 ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു 1965 ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത്. ചോദ്യം ഇങ്ങനെ വരാം. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഏതാണ് വർഷം? 1965. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ, അടുത്തത് 1980 ലഭിച്ചത്. 1965 ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പ്. 1980 SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ. ഏതാണ് ആ ദേശം? ഒരു ദേശത്തിന്റെ കഥ ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. ഏതാണ് ആ ദേശം? ദേശം ഏതാണ്? അതിരാണിപ്പാടം അല്ലെ? അതിരാണിപ്പാടം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാസൂര്യന്റെ നാട്ടിൽ, അതുപോലെ തന്നെ എന്റെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെ ആരുടെ കൃതികളാണ്? SK പൊറ്റക്കാടിന്റെ കൃതികളാണ്. ഏതാണ് ഈ ഒരു തെരുവ്? ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാണ്? മിഠായി തെരുവാണ് അല്ലെ? കോഴിക്കോടുള്ള മിഠായി തെരുവാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കണ്ടേ? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ SK പൊറ്റക്കാടാണ്. അപ്പൊ അത് കിട്ടിയല്ലോ. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴിക്ക് ലഭിച്ചത്. ഓക്കെ, 1984 തകഴി. ഈ SK പൊറ്റക്കാടിനെ പറ്റിയിട്ട് വേറൊരു പോയിന്റും കൂടി നമ്മൾ പഠിക്കാണ്ട്. നോവലിന് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? അത് SK പൊറ്റക്കാടിനാണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയല്ലോ. അപ്പൊ 1965, 1980, 1984 വർഷങ്ങൾ സെറ്റ് അല്ലേ?
1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ തകഴിയാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാട്, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ തകഴിയാണ് കേട്ടോ. അപ്പൊ 1965 ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT. അതുവരെ ക്ലിയർ ആയോ? ഈ 4 ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. ഓക്കെ, സെറ്റ് അല്ലേ? 2007 ONV, 2019 അക്കിത്തം. ഇനി ഒന്നും കൂടി വരാം. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ MT ആണ് കേട്ടോ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് നിള ഏത് നദിയാണ്? നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ MT ആണ് കേട്ടോ. അപ്പൊ 1995 MT, 2007 ONV, 2019 അക്കിത്തം. അക്കിത്തത്തിനെ പറ്റി പഠിക്കുമ്പോൾ എപ്പോഴും ഒരു വരി മനസ്സിലുണ്ടാവണം. ഏതാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അക്കിത്തത്തിന്റെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. മറ്റു കുറെ വരികൾ നമുക്ക് പഠിക്കാണ്ട്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള വള്ള രണ്ടിലുള്ള ഉണ്ട്. ഓക്കെ, മറ്റുള്ള വള്ള ആരാണ്? വള്ളത്തോളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെയാണ്? വള്ളത്തോളിന്റെ വരികളാണ്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ആരുടെയാണ്? അതും വള്ളത്തോളിന്റെ വരികളാണ്. ഈ 2 വരികൾ ആരുടെയാണ്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഇത് രണ്ടും ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെ വരികളാണ്. പിന്നെ നമുക്ക് പഠിക്കാണ്ട് വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെ വരികളാണ്? വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പൊ അതാരാവും? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. കാക്കേ കാക്കേ കൂടവിടെ, അതുപോലെ തന്നെ പ്രാവേ പ്രാവേ പോകരുതേ. ഇത് രണ്ടും ഒരാളുടെയാണ്. ആരാണ് ആള്? ഈ കാക്കേ കാക്കേ കൂടവിടെ. ഓക്കെ, കാക്ക കൂട്ടിന്റെ ഉള്ളിലാണെന്ന് ആലോചിച്ചാൽ മതി. ഉള്ളിൽ കാക്കയും പ്രാവൊക്കെ കൂട്ടിന്റെ ഉള്ളിലാണ്. ഈ ഉള്ളു വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടവിടെ പ്രാവേ പ്രാവേ പോകരുതേ. ഓക്കെ, പിന്നെ നമ്മൾ ഇത് പഠിക്കണം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ്? ഈശ്വരനല്ല ഞാൻ മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യൻ. ആരുടെ വരികളാണ്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. ഏതൊക്കെയാണ്? ഈശ്വരനല്ല ഞാൻ മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യൻ. ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ വരികളാണ്. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. വയലാറിന്റെ വരികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ആരുടെ വരികളാണ്? അത് വള്ളത്തോളിന്റെ വരികളാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ തുടങ്ങിയത് എവിടുന്ന? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ്. പിന്നെ ഒന്ന് പഠിച്ചു നോക്കണം. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടെയാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ്. ഏത്? നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറം നാട്ടിൻപുറം. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നാട്ടിൻപുറം കുറ്റിപ്പുറം. ഓക്കെ, അപ്പൊ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അതാരുടെയാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. പിന്നെ ഏതാണ്? വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? വാക്കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരാണ്? അക്കിത്തത്തിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടെവിടെ. അതും അറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. കാക്കേ കാക്കേ കൂടെവിടെ. നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കുമ്പോൾ എന്നുള്ള വാക്ക് കിട്ടേണ്ട താമസം. കാക്കേ കാക്കേ കൂടെവിടെ അല്ലേ? അപ്പൊ കാക്കേ കാക്കേ കൂടെവിടെ അറിയാത്ത ആരുമില്ല. അപ്പൊ കാക്കേ കാക്കേ കൂടെവിടെ ആരുടെ വരികളാണ്? ഉള്ളൂരിന്റെ വരികളാണ്. പ്രാവേ പ്രാവേ പോകരുത് ആരുടെയാണ്? ഉള്ളൂരിന്റെ
വരികളാണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു, ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. അതുപോലെ തന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, ഇത് രണ്ടുമാരുടെയാണ്, വള്ളത്തോളിന്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, ആരുടെ വരികളാണ്? അത് വയലാറിന്റെ വരികളാണ്. അശ്വമേധം അത് ഏതിന്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, അശ്വമേധത്തിലെ വരികളാണ് കേട്ടോ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഓക്കെ, പിന്നെ ഏതാണ് വയലാറിന്റെ വരികൾ? ഏതൊക്കെയാണ്? ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ച മണ്ണിൽ മനുഷ്യൻ. ഇതും വയലാറിന്റെ വരികളാണ്. അപ്പൊ വരികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഇനി ആ വർഷങ്ങളൊന്നും കൂടി നോക്കാം. നമ്മളിപ്പോ അവിടെ നിന്നൊക്കെ വിട്ടുമാറി, ഇനി നമുക്ക് വർഷങ്ങളൊന്നും കൂടി നോക്കിയാൽ കിട്ടുന്നുണ്ടോ നോക്കാം. 1965 ആദ്യമായിട്ട് ആർക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്? ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 1980 ആർക്കാണ് ലഭിച്ചത്? എസ്.കെ. പൊറ്റക്കാട്, കോഴിക്കോടിന്റെ കഥാകാരനായ എസ്.കെ. പൊറ്റക്കാട്. 1984 ആർക്കാണ് ലഭിച്ചത്? കുട്ടനാടിന്റെ കഥാകാരനായ തകഴി. 1984 തകഴിക്കാണ് ലഭിച്ചത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ആർക്ക് ലഭിച്ചു? 1995 ആർക്കാണ് ലഭിച്ചത്? MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. 1995 MT, 2007 ONV. പിന്നെ നമ്മൾ ഇത് പഠിച്ചു 2019 അക്കിത്തം. 2019 ഇമ്പോർട്ടന്റ് ആണ്. അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത്, അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ അക്കിത്തമാണ് കേട്ടോ. ആരാണ്? അക്കിത്തം. ഓക്കെ, അപ്പൊ വർഷങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഇനി അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പുതിയ ഇന്ത്യൻ പാർലമെന്റുമായി തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റ് കറണ്ട് അഫയർ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം കഴിഞ്ഞു. ശില്പി ബിമൽ പട്ടേലാണ്. ചതുരാകൃതിയിൽ പുതിയ ഇന്ത്യൻ പാർലമെന്റ്, ചതുരാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ പുതിയ ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം കഴിഞ്ഞു. തെറ്റാണ്. 2023 മെയ് 28 ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ അത് തെറ്റല്ലേ? 2023 മെയ് 28 എന്ത് ഉദ്ഘാടനം കഴിഞ്ഞത്? പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? സ്വാഭാവികമായിട്ടും ആരാണ് ഉദ്ഘാടനം ചെയ്യുക? നരേന്ദ്രമോദിയാണ് കേട്ടോ. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2023 മെയ് 28 പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. തെറ്റായ ജോഡിയിൽ 1 കിട്ടിയോ? 1 കിട്ടി. ശില്പി ബിമൽ പട്ടേലാണ്. അതെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാണ്? പഠിക്കണം, ബിമൽ പട്ടേലാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പിയാണ് ബിമൽ പട്ടേൽ. ചതുരാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ്. സിമ്പിൾ അല്ലേ? ചതുരാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ്. തെറ്റാണ് കേട്ടോ. എന്താകൃതിയിലാണ്? ത്രികോണാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ്. ത്രികോണാകൃതി അല്ലെ? ത്രികോണാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ അത് രണ്ടും തെറ്റാണ്. 1, 3 എന്നിവ തെറ്റാണ്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. അത് ശരിയാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നത്. അപ്പൊ ഏതൊക്കെയാണ് തെറ്റ്? 1, 3 എന്നിവ തെറ്റ്. 2023 ഓഗസ്റ്റ് 15 മെയ് 28 എന്ത്? പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത്. ശില്പി ആരാണ്? ബിമൽ പട്ടേലാണ്. ശരിയാണ് കേട്ടോ, ശില്പി ബിമൽ പട്ടേലാണ്. ചതുരാകൃതിയിലല്ല, എന്താണ്? ത്രികോണാകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് കാണുന്നത്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി ചോദിച്ചാൽ അത് ത്രികോണാകൃതിയാണ്. അപ്പൊ ത്രികോണാകൃതി, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിന് 3 പ്രധാനപ്പെട്ട കവാടങ്ങൾ ഉണ്ടാവും. ത്രികോണാകൃതിയിലാവുമ്പോൾ 3 പ്രധാനപ്പെട്ട കവാടങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഈ 3 പ്രധാന കവാടങ്ങളുടെ പേര് നമ്മൾ പഠിക്കണം. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. കർമ്മദ്വാർ പഠിച്ചോ? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. ഒന്നുകൂടി വാ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. ഓക്കെ, അപ്പൊ 3 കവാടങ്ങൾ സെറ്റ് അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? ആദ്യം ഡേറ്റ് പഠിക്കണം. പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞത് എന്നാണ്? 2023 മെയ് 28. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി അല്ലെ? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പോ 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തു. ഇനി എന്നാണ് ഇതിന്റെ തറക്കല്ലിട്ടതെന്ന് ചോദിക്കൂട്ടോ. അതും ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 2020 തറക്കല്ലിട്ടത്. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. പുതിയ ഇന്ത്യൻ പാർലമെന്റ് തറക്കല്ലിട്ടത് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 2020 ഡിസംബർ 10. 2020 ഡിസംബർ 10 പുതിയ ഇന്ത്യൻ പാർലമെന്റിന് തറക്കല്ലിട്ടത്. അപ്പൊ അത് പഠിച്ചല്ലോ. പുതിയ ഇന്ത്യൻ പാർലമെന്റിന് തറക്കല്ലിട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? 2023 സെപ്റ്റംബർ 18. 2023 മെയ് 28 ഉദ്ഘാടനം കഴിഞ്ഞത്. സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം. ഓക്കെ, അപ്പൊ ഡേറ്റുകൾ ഫിക്സ് അല്ലേ? 2020 ഡിസംബർ 10 തറക്കല്ലിട്ടു. 2023 മെയ് 28 ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ? 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ, ആദ്യ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ അത് വനിതാ സംവരണ ബില്ലാണ് കേട്ടോ. ഏതാണ്? വനിതാ സംവരണ ബില്ല്. നാരി ശക്തി വന്ദൻ അധിനിയം, അതിന്റെ പേരാണ്. വനിതാ സംവരണ ബില്ലിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ,
വൃത്താകൃതിയിലല്ല, എന്താണ്, ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ സെറ്റ് അല്ലേ? ഒന്നും കൂടി നമുക്ക് വരാം. എന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്? 2023 മെയ് 28 ഉദ്ഘാടനം കഴിഞ്ഞത്. തറക്കല്ലിട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10 ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 19 അതുവരെ സെറ്റ് അല്ലേ? ഇനി ശില്പി ആരാ എന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ്. ഓക്കെ, ശില്പി ആരാണ്? ബിമൽ പട്ടേൽ. പഠിച്ചു വെച്ചോ. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പട്ട കൊണ്ടാണ് നമ്മുടെ പുതിയ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ആ പട്ടേൽ, ഓക്കെ, പട്ടേലാണ് നമ്മുടെ പുതിയ ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ എന്താണ്? ബിമൽ പട്ടേൽ. ഓക്കെ, ബിമൽ പട്ടേൽ, ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി. ഇനി പദ്ധതിയുടെ പേര് ചോദിക്കും. സെൻട്രൽ വിസ്ത പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ പദ്ധതിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ വിസ്ത പദ്ധതി. എന്താണ്? സെൻട്രൽ വിസ്ത പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ പദ്ധതിയും സെറ്റ് ആയല്ലോ. ഇനി അടുത്തത് നിർമ്മാണ ചുമതല ആർക്കെന്ന് ചോദിച്ചാൽ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. ആർക്കാണ്? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. അപ്പൊ അതും സെറ്റ് അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം ദിവസങ്ങൾ നോക്കാം. തറക്കല്ലിട്ട ദിവസം എപ്പോഴാന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10 ഉദ്ഘാടനം കഴിഞ്ഞത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2023 മെയ് 28. സെറ്റ് അല്ലേ? 2023 മെയ് 28 ഉദ്ഘാടനം. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഇനി പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേലാണ്. പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പദ്ധതി എന്നാണ്. പിന്നെന്താണ്? നിർമ്മാണ ചുമതല ആർക്കെന്ന് ചോദിച്ചാൽ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. ആർക്കാണ്? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. പിന്നെന്താണ് അതിന്റെ ആകൃതി ചോദിച്ചാൽ അത് ത്രികോണാകൃതിയിലാണ് കേട്ടോ. ആകൃതി എന്താണ്? ത്രികോണാകൃതി. ആകൃതി എന്താണ്? ത്രികോണാകൃതി. ആകൃതി ത്രികോണാകൃതിയിലാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട കവാടങ്ങളുടെ ആ കവാടങ്ങളുടെ പേര് ഇമ്പോർട്ടന്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. നമുക്ക് ഏതൊക്കെ സാധനത്തിൽ ഒരു 3 പേരുകൾ തന്നിട്ടുണ്ടോ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചോദ്യം ഇടാൻ സിമ്പിൾ ആണ്. താഴെ തന്നിരിക്കുന്നത് ഇതുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പൊ ചോദ്യം വരില്ലേ? പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ കവാടങ്ങളിൽ പെടാത്തത് ഏത്? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. ഇതല്ലാത്ത ഒന്നും അതിൽ പെടില്ല. അപ്പൊ ഈ 3 നമ്മൾ പഠിച്ചു വെക്കണ്ടേ? അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഈ 3 പേരല്ലേ? അപ്പൊ ഇതല്ലാണ്ട് ഒരു പേര് നമുക്ക് തന്നാൽ കിട്ടണ്ടേ? ഇതല്ലാന്നുള്ളത്. അപ്പൊ ഈ 3 പേരുകൾ കാരണം ഈ 3 പേരായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഇവിടെ എന്താണ്? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. 3 കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചോ. ചോദ്യം വരും. താഴെ തന്നിരിക്കുന്നതിൽ ഇതിൽ പെടാത്തത് ആര്, അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് എന്ത്? അപ്പൊ 3 പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ എന്നീ 3 കവാടങ്ങളാണുള്ളത്. ആദ്യ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ വനിതാ സംവരണ ബില്ല്. ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 19. ഓക്കെ അല്ലേ? അപ്പൊ പാർലമെന്റും സെറ്റ് അല്ലേ? ഇതുവരെ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഭാഗം അടിച്ചുവിട്ടൊന്ന് കേൾക്കുക. എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് തന്നെ പോവുക. എല്ലാം ഇതുവരെ പഠിച്ച എല്ലാ ഭാഗങ്ങളും എക്സാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പഠിച്ച എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോവുക. കൂടുതൽ പഠിക്കാന്നുള്ള ആവേശം ഉണ്ടാവും. കൂടുതൽ ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആവേശം ഉണ്ടാവും. ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തിയിട്ട് ആവരുത് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഓരോ ദിവസവും പറ്റുന്നത്ര റിവൈസ് ചെയ്ത ശേഷം റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കണം. ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി എന്ന് തോന്നിയ ശേഷം മാത്രം എപ്പോഴും അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നമ്മൾ മനുഷ്യനാണ്. നമ്മുടെ ആഗ്രഹം കൂടുതൽ തിന്നാനാവും ആഗ്രഹം, കൂടുതൽ അതിലേക്ക് പോയി കൈയിട്ട് വരാൻ ആഗ്രഹം. ഇനിയും കൂടുതൽ പഠിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കും. പക്ഷെ അത് തെറ്റാണ്. പഠിക്കരുത് എന്നല്ല, പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഉള്ള കാര്യങ്ങൾ കളഞ്ഞിട്ട് 80% പഠിച്ച് ബാക്കി 20%ത്തിലേക്ക് കടക്കുന്നത് ഈ 80% കളഞ്ഞിട്ടാവരുത്. അപ്പൊ 80% നിങ്ങൾക്ക് 80% 100% പെർഫെക്റ്റ് ആയ ശേഷം മാത്രമേ അടുത്ത 20%ത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ഈ ഭാഗങ്ങൾ, പഠിച്ച ഭാഗങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോവാ. വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആവും. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചതാവും. പക്ഷെ അത് ഉറപ്പിക്കണം. ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും നമ്മൾ മാർക്ക് ഉറപ്പിക്കണം. പഠിച്ച ഭാഗം നമുക്ക് പെർഫെക്റ്റ് ആയ ഒരുപക്ഷെ നമുക്ക് അറിയാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും മാർക്ക് അടിക്കും. കാരണം നമ്മൾ ഓപ്ഷനിൽ നമ്മൾ പഠിച്ച ഒരു ഭാഗം ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ പഠിച്ച ഭാഗങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ഇതുവരെ പഠിച്ച എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക. എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എഴുതാൻ കഴിയട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.